ഹായ് എവരിവൺ, എൻ്റെ പേര് സിബിൽ എന്നാണ്. ഞാനൊരു ചെന്നൈ ബേസ്ഡ് മലയാളിയാണ്. അപ്പോൾ ഞാൻ ഗോഡ്സ്പീഡിനെ പരിചയപ്പെടുന്നത് 2021 അപ്പോൾ ഞങ്ങൾ ഓസ്ട്രേലിയൻ പ്രോസസ്സിന് വേണ്ടി എൻ്റെ കസിൻ റെക്കമെൻഡ് ചെയ്ത് ഞാൻ അവരുടെ അടുത്ത് പോയായിരുന്നു. അപ്പോൾ ഓസ്ട്രേലിയൻ പ്രോസസ്സ് ഞങ്ങൾ പോയ ഉടനെ അവർ ഞങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു 3-4 മന്ത്സിൽ തന്നെ ഞങ്ങൾ ഇൻവിറ്റേഷൻ്റെ സ്റ്റേജ് വരെ പോയായിരുന്നു. പക്ഷേ അപ്പോൾ കോവിഡിൻ്റെ സമയമായതുകൊണ്ട് ഞങ്ങൾ കുറേ നേരം ഇൻവിറ്റേഷന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ വെയിറ്റിംഗ് കൂടുതലായിരുന്നു, ബിക്കോസ് ബോർഡേഴ്സ് ഒക്കെ ക്ലോസ്ഡ് ആയിരുന്നതുകൊണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഡിസിഷൻ മാറ്റി കാനഡയിൽ പോകാമെന്ന് തീരുമാനിച്ചു. അത് ഗോഡ്സ്പീഡിനോട് പറഞ്ഞപ്പോൾ അവർ വളരെ സ്മൂത്തായിട്ട് അതിൻ്റെ ട്രാൻസിഷൻ എടുത്തിട്ട് ഉടനെ കാനഡൻ പ്രോസസ്സ് ഞാൻ ഇവിടെ പഠിക്കാൻ വരാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഭയങ്കര സ്മൂത്തായിട്ട് ഒരു ട്രാൻസിഷൻ നടത്തി. ഞങ്ങളിപ്പോൾ കാനഡയിൽ ഞാൻ കുറേ ഡിമാൻഡ്സ് വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ കോളേജിൻ്റെയും. അത് ഓരോന്നും അവർ ഓരോ പ്രാവശ്യം ഞാൻ ഓരോ ഡിമാൻഡ് വയ്ക്കുമ്പോഴും അതിന് ഏറ്റവും എനിക്ക് കോളേജസ് ഫിൽട്ടർ ചെയ്ത് തരുന്നതായാലും എൻ്റെ ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സ് ആയാലും ഓരോ സ്റ്റേജിലും അവർ എൻ്റെ കൂടെ ഇരുന്ന് ഓരോ ഡൗട്ട്സും എനിക്ക് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതുവരെ ഞാൻ ഗോഡ്സ്പീഡിൽ ആരെയും കണ്ടിട്ടില്ല, ബിക്കോസ് ലൈക്ക് ഐ സെഡ് ഞാൻ ചെന്നൈ ബേസ്ഡ് ആയതുകൊണ്ട് കംപ്ലീറ്റ്ലി എല്ലാം ഓവർ ഫോണായിരുന്നു. ബട്ട് ദെൻ അപ്പോഴും ഓരോ കോളിനും ഇപ്പോൾ അവർക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഉടനെ അവർ ഒരു 1 hour എനിക്ക് ഒരു കോൾ ബാക്ക് ചെയ്ത് ഓരോ ഡൗട്ട്സും ക്ലിയർ ആയിട്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 6 monthsനുള്ളിൽ എൻ്റെ സ്റ്റഡി പെർമിറ്റ് എല്ലാം റെഡിയായി. ഞാൻ കാനഡ എത്തി. എൻ്റെ ഫസ്റ്റ് കോഴ്സ് കഴിഞ്ഞ് ഇപ്പോൾ സെക്കൻഡ് കോഴ്സ് കഴിയാറായി. ഇപ്പോൾ ഓൾമോസ്റ്റ് 1 year ആയി. ഐ എം സോ ഹാപ്പി വിത്ത് എവറിത്തിങ് ദാറ്റ് ദേ ഹവ് ഡൺ. സ്പെഷ്യൽ താങ്ക്സ് ടു ഓസ്ട്രേലിയൻ പ്രോസസ്സിൽ ഞങ്ങൾക്ക് വിഷ്ണുപ്രിയ ആയിരുന്നു ഹെൽപ്പ് ചെയ്തത്. പിന്നെ കാനഡിയൻ പ്രോസസ്സ് വന്നപ്പോൾ നീതു, ഐശ്വര്യ ആൻഡ് എസ്പെഷ്യലി നിക്കിത മാം, പുള്ളിക്കാരി ലീഡ് അവിടെ മാനേജറാണ്. ബട്ട് ദെൻ ഷീ വാസ് വിത്ത് മീ ഹോൾ പ്രോസസ്സ്. ഓരോ സ്റ്റെപ്പിലും ഷീ വാസ് ദെയർ ടു ഗൈഡ് മീ. ആൻഡ് ഇവിടെ വന്നിട്ടും എക്സ്റ്റൻഷൻ്റെ കാര്യത്തിലും ഞാൻ നിക്കിത മാമിൻ്റെ അടുത്ത് പോയപ്പോൾ ഷീ ഗേവ് മീ എ കോൺടാക്ട് ഓഫ് ഹിയർ. ഇവിടെ ഒരാളുടെ കോൺടാക്ട് തന്ന് അതിനും ഹെൽപ്പ് ചെയ്തായിരുന്നു. സോ ഓൾ ത്രൂ ഔട്ട് ഈ 1 year ഞാൻ ഇവിടെ എത്തിയത് തൊട്ട് പിന്നെ എക്സ്റ്റൻഷൻ്റെ കാര്യത്തിലും എനിക്ക് ഹെൽപ്പ് ചെയ്ത ഗോഡ്സ്പീഡിന് താങ്ക് യു സോ മച്ച്.